നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു പിന്നാലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ അടിത്തറ ഇളകി തുടങ്ങിയത് ട്രൂഡോയ്ക്കാണ്. ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ജസ്റ്റിൻ ട്രൂഡോയും ട്രംപുമായുള്ള വാർത്തകൾ തന്നെയാണ്. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റണമെന്നാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ ശക്തമായ എതിർപ്പുകൾ നേരിടുന്ന ട്രൂഡോയ്ക്ക് നാണം കെട്ട് പുറത്താകുന്നതിനേക്കാൾ നല്ലത് രാജിവെച്ച് പടിയിറങ്ങുന്നത് തന്നെയാണ് എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടെയുള്ളവർ തന്നെ അവസരവാദികളായി രക്ഷ നേടി കൂറുമാറുമ്പോൾ ട്രൂഡോ ഭരണത്തിന് ഏറെക്കുറെ തിരശ്ശീല വീണു തുടങ്ങിയെന്ന് തന്നെ പറയാം. കാനഡയിലെ ഭൂരിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത് അമേരിക്കയോട് ചേരാനാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. കനേഡിയൻ പൗരന്മാരിൽ കൂടുതലും കാനഡ അമേരിക്കയിലെ ഒരു സംസ്ഥാനമാകണം എന്ന അഭിപ്രായക്കാരാണ്. അതൊരു മികച്ച ആശയമാണ്. അങ്ങനെ ചെയ്താൽ നികുതിയിലും സൈനിക സംരക്ഷണത്തിലും നഷ്ടമാകുന്ന ഭീമമായ തുക കുറയ്ക്കാൻ കഴിയും എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ട്രംപ് ഇത്തരമൊരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നത് ഇതാദ്യമായല്ല. എന്നാൽ അതിർത്തിയിലെ പ്രശ്നങ്ങളും മയക്കുമരുന്ന് കടത്തും ഉൾപ്പെടെ കാനഡയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അഭിപ്രായ പ്രകടനം പുതിയ മാനങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. നവംബറിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള അദ്ദേഹത്തിന്റെ മാറേ ലോഗോ എസ്റ്റേറ്റിൽ അത്താഴ വിരുന്നിനിടെ ഇരു രാജ്യങ്ങളും ലയിപ്പിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് തമാശ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ട്രംപിന്റെ ഈ അഭിപ്രായങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അന്ന് കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ കാനഡ ഗവർണർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ വെറുതെ കാനഡയെ ഏറ്റെടുക്കണമെന്ന് മാത്രമല്ല ട്രംപിന്റെ വാഗ്ദാനം. ഇരു രാജ്യങ്ങളും ലയിക്കുന്നത് ഫെന്റനൈൽ കടത്തിനെ കുറിച്ചുള്ള ആശങ്കകൾക്കുള്ള ഒരു പരിഹാരമാകുമെന്നും നിയമവിരുദ്ധ കുടിയേറ്റം തടയുമെന്നും ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട്. നേരത്തെ അമേരിക്കയിലേക്കുള്ള ഫെന്റനൈലിന്റെയും മറ്റു മരുന്നുകളുടെയും ഒഴുക്കിനെതിരെ ശക്തമായ നടപടിയെടുക്കാനും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കാനും താരിഫിന്റെ അളവ് കൂട്ടാനും ട്രംപ് പദ്ധതിയിട്ടിരുന്നു. എന്നാൽ തന്റെ രാജ്യത്തേക്കുള്ള ക്ഷണം കാനഡ സ്വീകരിച്ചാൽ ഇതിലെല്ലാം ഒരു പരിഹാരം കാണുമെന്ന വാഗ്ദാനമാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജനുവരി 20-ന് ട്രംപ് അധികാരമേറ്റെടുക്കുന്നതോടെ കാനഡ തങ്ങളുടെ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കണമെന്നും അല്ലാത്തപക്ഷം കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും ലഹരി പദാർത്ഥങ്ങളുടെ കടത്തും നിയന്ത്രിക്കാനാണ് തന്റെ തീരുമാനമെന്നാണ് ട്രംപ് വിശദമാക്കിയിട്ടുള്ളത്. ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ അതിർത്തി സുരക്ഷയ്ക്കായി 900 മില്യണിന്റെ പദ്ധതി ആരംഭിക്കാനാണ് ട്രൂഡോയുടെ തീരുമാനം. ഇതോടെ കാനഡ വഴി US-ലേക്കുള്ള നുഴഞ്ഞുകയറ്റ പാത അടയുകയാണ്. പ്രധാനമായും ഇന്ത്യക്കാരായിരുന്നു ഈ പാത ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തീരുമാനം ആദ്യ പ്രഹരം നൽകുന്നതും ഇന്ത്യക്ക് തന്നെയായിരിക്കും. കാനഡയ്ക്കെതിരായി ഉയർന്ന ട്രംപിന്റെ ശബ്ദം ഒട്ടാവയിലെ സർക്കാരിനെ തന്നെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. രാജിവെച്ച ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് തന്റെ രാജിക്കത്തിൽ ട്രംപിന്റെ താരിഫ് ഭീഷണിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. തെറ്റാൻ പോകുന്ന കണക്കുകളുടെ ഭാഗമാകാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ക്രിസ്റ്റിയ രാജിവെച്ച് പുറത്തുപോയത് എന്നാണ് സംസാരം. കാനഡയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ നിരോധിത മയക്കുമരുന്നുകളുടെയും ഒഴുക്ക് തടയുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടുവെന്നും കനഡിയൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ട്രംപിന്റെ ഉദ്ദേശം കാനഡ എന്ന രാജ്യം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ്. ഒന്നാമതേ നിലയുറപ്പുകൾ നഷ്ടപ്പെടുന്ന ട്രൂഡോയ്ക്ക് മേൽ ഇടുത്തിയായാണ് ട്രംപിന്റെ ഈ വാഗ്ദാനങ്ങളും പരിഹാസങ്ങളും വന്നു വീഴുന്നത്. നിലവിലെ ഭരണകൂടത്തെ താങ്ങി നിർത്താൻ മന്ത്രിസഭയിൽ അഴിച്ചുപണികൾ വരെ നടത്തിയിരിക്കുകയാണ് ട്രൂഡോ. ഇപ്പോൾ 1/3 അംഗങ്ങളെയും മാറ്റിയിട്ടുണ്ട്. പുതിയ 8 മന്ത്രിമാരെ ട്രൂഡോ നിയമിച്ചു. നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ളൊരു ഉപാധി മാത്രമാണ് ഇതെല്ലാം. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റി പിന്നാലെ ട്രൂഡോയെ കാനഡയുടെ ഗവർണറാക്കാനുള്ള ട്രംപിന്റെ മോഹത്തെ മറികടക്കാൻ ട്രൂഡോയ്ക്ക് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണേണ്ടതാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.